ദീപുവിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞ ഡോക്ടറിന്റെ മുഖം, ദീപുവിന്റെ ജീവനില്ലാത്ത മുഖം ആദ്യമായിട്ട് കണ്ട നിമിഷം കത്തുന്ന ചിത, ഇങ്ങനെ പലതും മറന്നുപോയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റണ്ടേ? നീ മനഃപൂർവ്വം ഒന്നും മറക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ ശക്തിയോടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയുള്ളൂ. എത്ര കയ്പുള്ള ഓർമ്മയായാലും അത് കുറെ തവണ മനസ്സിൽ തെളിഞ്ഞും മാഞ്ഞും കഴിയുമ്പോൾ അതിന്റെ ശക്തി കുറയും. പിന്നീട് ആ ഓർമ്മ നമ്മളെ നോവിക്കാതാവും. കാലം അങ്ങനെയാണ് ഹൃദയത്തിന്റെ മുറിവുകളെ മായ്ച്ചു കളയുന്നത്. നീ അതിനുള്ള സമയം നൽകിയാൽ മാത്രം മതി. സമയം തള്ളി നിൽക്കാനാങ്ങളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ദീപം അടുത്തുള്ളപ്പോ സമയം പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നും. നീ ജോലി മുഴുകി കഴിയുമ്പോൾ സമയം നിന്റെ ചൊൽപ്പടിയിൽ വരും. അതുകൊണ്ടാ നിന്നെ ഞാൻ നിർബന്ധിച്ച് ഗൾഫിലേക്ക് വിടുന്നത്. അല്ല, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? പാസ്പോർട്ടൊക്കെ എടുത്തോ? ഓ, അത് മറന്നു. മുമ്പായിരുന്നെങ്കിൽ ഓരോന്നും ഓർമ്മിപ്പിച്ചു തരാൻ ദീപു കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിന്നെ ഓർമ്മിപ്പിച്ചത് ദീപുവാണെന്ന് കരുതിക്കോ. അവൾ എവിടെയായിരുന്നു നിന്നെ കാണുന്നുണ്ട്. നീ കരഞ്ഞും പിഴിഞ്ഞും ഇങ്ങനെ കാലം കഴിയുന്നത് കാണുന്നതായിരിക്കും അവൾക്ക് ഏറ്റവും സങ്കടം. ആ, ഞാൻ ഈ ബാഗ് എടുക്കാനേ കിച്ചനോടൊന്ന് പറഞ്ഞിട്ട് വരാം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. പക്ഷേ ഇനി എന്താ? പക്ഷേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പോകാൻ മനസ്സ് വരുന്നില്ല, അതേ ഉള്ളൂ. ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞ എന്തു ചെയ്യും ഹരി? പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ. പോകുന്നില്ലെന്ന് പറയാനും പറ്റില്ല. ടിക്കറ്റും ഓക്കെ, സാധനങ്ങളെല്ലാം പാക്കിങ് ചെയ്തു. വേണമെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ യാത്ര മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എൻ്റെ ശരീരം മാത്രം ദുബായിലെത്തിയാൽ മതി അച്ഛാ. ഒക്കെ ശരിയാവൂടാ ഹരി. നീ ആദ്യം ചെന്ന് ജോലി ചെയ്തു തുടങ്ങ്, അതോടെ എല്ലാം നേരെയാവും. ഞങ്ങളുടെ ദീപു പോയി. ഇനി ഞങ്ങളുടെ ഏക ആശ്വാസം ഹരിയും മോനെയും കാണുന്നതാ. നിങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുന്നതാ ഞങ്ങളുടെ സമാധാനം. എനിക്കിനി സുഖവും സമാധാനം ഒന്നും ഉണ്ടാവില്ല. എന്റെ മോന്റെ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവന് ഒരു കുറവും വരുത്തരുത്. സ്വന്തം അമ്മയുടെ കുറവ് എന്തായാലും അവൻ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അത് പരിഹരിക്കാൻ ആർക്കും പറ്റുകയില്ല. ഇപ്പൊ ഫീഡിംഗ് ബോട്ടിൽ പാല് കുടിച്ചു തുടങ്ങിയല്ലോ ഹരിയേട്ടാ. അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ബാക്കി ഒരു കാര്യത്തിലും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ദീപു കൊടുക്കുമായിരുന്ന സ്നേഹം അവന് കൊടുക്കാൻ നിനക്ക് പറ്റുമോ കാർത്തികേ? ഞാൻ എന്റെ മുഴുവൻ സ്നേഹവും അവന് കൊടുക്കാൻ തയ്യാറാ. അതിൽ കൂടുതൽ ഞാൻ എന്താ പറയണ്ടേ? മോനെ ഞങ്ങൾ കൊണ്ടുകൊള്ളാം ഹരി. ഇവിടെയാവുമ്പോ ആരെ നോക്കുന്നെ? ലളിതാമ്മയ്ക്ക് തനിച്ചു പറ്റില്ലല്ലോ. വീട്ടുജോലിക്കാരെ നോക്കിയാൽ ഒരു വകയായിരിക്കും. അവരെ വിശ്വസിച്ച് നമുക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. വീട്ടിലാവുമ്പോ ഞാനുണ്ട്, ഇവളുണ്ട്,
അതല്ലേ നല്ലത്. സർവൻസിന്റെ കയ്യിൽ ഞങ്ങൾ മോനെ കൊടുക്കയില്ല ഹരിയേട്ടാ, അത് ഞാൻ ഉറപ്പു പറയാം. ഇവിടെ അമ്മയ്ക്കും മോനെ കാണുന്നതൊരു ആശ്വാസമായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. അമ്മ പറയുന്ന പോലെ ചെയ്യാം. ഞാനൊന്നിനും നിർബന്ധം പിടിക്കുന്നില്ല. വേണുവിനെ എറണാകുളത്ത് ചെന്ന് ഫ്ലാറ്റിൽ കയറണം എന്നല്ലേ പറഞ്ഞത്? അതിന് കുറെ സമയമെടുക്കില്ലേ? പുറപ്പെടാൻ ഇനി വൈകണോ ഹരി? ഞാൻ പ്രത്യേകിച്ച് ഓരോരുത്തരോരുത്തരോട്ട് യാത്ര പറയുന്നില്ല. നീ പോയി വാ മോനെ. നിന്റെ ഒഴിവ് സമയം നോക്കി ഫോൺ ചെയ്യണം. വെള്ളിയാഴ്ചകള് എന്തായാലും അവധിയാണല്ലോ. ദീപു ഇല്ലാന്ന് കരുതി ഞങ്ങളെയൊന്നും മറന്നു പോകരുത്. ഞാൻ ആരെയും മറക്കില്ല അച്ഛാ. ഒന്നും മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാ എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാനേ അമ്മയൊന്ന് പോയി കാണട്ടെ. എന്താ അമ്മ ഇത്? ഇങ്ങോട്ട് നോക്കിയേ. വേണ്ട, നീ എന്നോട് യാത്ര പറയാൻ വന്നാന്ന് എനിക്കറിയാം. എന്നോടൊന്നും പറയണ്ട. അമ്മയോടല്ലാതെ ഞാൻ ആരോടാ യാത്ര പറയാ? വേറെ ആരാ എനിക്കുള്ളത്? എനിക്കറിയാം ശ്രീകുട്ട. അതുകൊണ്ട് നീ എന്നോട് യാത്ര പറയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. നിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി എനിക്കില്ല. ആദ്യം ഞാൻ ഗൾഫിലേക്ക് പോയപ്പോഴും അമ്മ ഇങ്ങനെയായിരുന്നു. എന്റെ മോൻ കാണാൻ മറയത്തേക്ക് പോകുമ്പോ ഞാൻ ഇങ്ങനെ യാത്ര പറയുന്നു ചോദിച്ച് അമ്മ ഈ മുറിയിൽ അടച്ചിരുന്നു. അന്ന് വേണമെങ്കിലാ അമ്മയെ സമാധാനിപ്പിച്ചത്. ചേച്ചിയുടെ മോൻ പോകുന്നത് യുദ്ധത്തിനല്ല ജോലിക്കാന്നും പറഞ്ഞു. വേണു നിന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ഒരേ ഒരു ആശ്വാസം. ഞാൻ ഓരോ അവധിക്ക് വന്നിട്ട് പോകുമ്പോഴും അമ്മയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോ കൊച്ചുകുട്ടിയൊന്നല്ലോ. ആണോ? അമ്മമാർക്ക് മക്കളെന്നും കൊച്ചുകുട്ടികളെ പോലെ തന്നെയാ എന്ന് കരുതി തള്ളക്കോഴിയെ പോലെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? തനിയെ തീറ്റ തേടാറാവുമ്പോ കൊത്തിപ്പിരിച്ചു വിടണ്ടേ? പക്ഷെ അത് ചെയ്യുന്നത് സന്തോഷത്തോടെ അല്ലേ ശ്രീകുട്ട? എന്നെ യാത്ര അയക്കുമ്പോ അമ്മയെ സമാധാനിപ്പിക്കാൻ 2 വർഷമായിട്ട് ദീപം ഉണ്ടായിരുന്നു. ഇപ്പൊ അവള് ഇല്ലല്ലോ അമ്മ. നിന്നെ അവള് യാത്രയാക്കിയിരുന്നത് സന്തോഷത്തോടെയാണോ? അല്ല, അത് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ എനിക്കില്ലേ? ദീപു എന്നെ ആശ്വസിപ്പിച്ചിരുന്നത് സ്വന്തം ജഗ്ഗിലെ നീറ്റിൽ മറച്ചു വെച്ചുകൊണ്ട്. അതായിരുന്നല്ലോ അവളുടെ സ്വഭാവം. ഇനി നമുക്ക് അതൊക്കെ ഓർക്കാനല്ലേ പറ്റൂ. എന്റെ മോൻ ഓരോന്നോർത്ത് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കരുത്. എന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇപ്പൊ അമ്മയെ ഞാൻ ആശ്വസിപ്പിക്കേണ്ട ഗതികേടാണല്ലോ. നിന്നെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ശ്രീകുട്ട? സന്തോഷത്തോടെ പോകാൻ പറയണോ, അതോ പോയി ലോകം കീഴടക്കിട്ട് പോയെന്ന് പറയണോ? നിന്റെ ചങ്കിലെ തീ കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ നീ ഇങ്ങനെ ചിരിക്കുന്നത്, വർത്താനം പറയുന്നതെന്ന് എനിക്കറിയാം. അമ്മ കരയുന്ന കാണാൻ എനിക്ക് വയ്യട്ടോ. ബാക്കി എന്ത് സങ്കടം ഞാൻ സഹിക്കും, കടിച്ചു പിടിച്ച് സഹിക്കും. എനിക്കറിയാം ശ്രീകുട്ട, നീ എത്ര സന്തോഷത്തോടെ എങ്ങോട്ട് ഓടി വന്നതെന്നും ഇപ്പൊ തിരിച്ചു പോകുന്നത് എത്ര സങ്കടത്തോടെയാണെന്ന് എനിക്കറിയാം. ശരിയമ്മ, ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വന്നത്. ഭാര്യ ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോ ജനറൽ മാനേജർ ദുബായിൽ എനിക്ക് ഫ്ലാറ്റ് അനുവദിച്ചു, കുടുംബസമേതം താമസിക്കാൻ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. കുടുംബം തന്നെ ഇല്ലാതായി പോയില്ല അമ്മ. ശ്രീകുട്ട, നിനക്കൊരു മോനില്ലേ? കുടുംബം എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും മാത്രമല്ലല്ലോ. മോഹന്റെ കാര്യം ഓർത്തിട്ടമ്മ എനിക്ക് ഏറ്റവും വലിയ വിഷമം. അവനെ എനിക്കൊപ്പം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കൊണ്ടുപോയി തന്നെ അവിടെ ചെന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അവനെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേടാ. പിന്നെ ദീപുവിന്റെ വീട്ടുകാരുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാമെന്ന് പ്രമീള പലവട്ടം പറഞ്ഞു.
നിന്നോട് ചോദിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് ഞാനും പറഞ്ഞു. അവരോട് എന്താ ശ്രീകുട്ടൻ ഞാൻ പറയേണ്ടത്? എനിക്കിനി ബാക്കി എൻ്റെ മോൻ മാത്രമല്ല അമ്മേ, അവനെ കൂടി എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ആർക്കു വേണ്ടി ജീവിക്കുന്നത്? എടാ, നഷ്ടപ്പെട്ടെന്ന് ആര് പറഞ്ഞു? നീ തിരിച്ചു വരുന്നത് വരെ അവര് നോക്കട്ടെ. പ്രമീളയും കാർത്തിയും ഒക്കെ ഉണ്ടല്ലോ അവിടെ. കുഞ്ഞിനെ അവര് പൊന്നുപോലെ നോക്കിക്കോളും. അമ്മ, ഞാൻ തിരിച്ചു വരുമ്പോ കുഞ്ഞിനെ അവർ തരാൻ എന്തെങ്കിലും തടസ്സം പറയോ? ഏയ്, ജയരാമനും പ്രമീളയും വാക്ക് വ്യത്യാസം കാണിക്കുന്നവരൊന്നുമല്ല. എന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? അവരുമായിട്ട് നല്ലപോലെ ഇണങ്ങിക്കഴിഞ്ഞാൽ മോൻ പിന്നെ എൻ്റെ ഒപ്പം വരുമെന്ന്. അച്ഛന്ന് പറഞ്ഞ എന്താണെന്ന് അവന് മനസ്സിലാവുമെന്ന്. എന്നെ സ്നേഹിക്കാൻ അവന് പറ്റുമോ? അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ ശ്രീകുട്ട. 1 വർഷം കഴിയും മുമ്പേ നീ ഇങ്ങ് വരത്തില്ലേ? 1 വർഷത്തിനുള്ളിൽ ഞാൻ എന്തായാലും എത്തുമേ. ദീപുവിന്റെ ആ ദിവസം എനിക്ക് വരാതിരിക്കാൻ പറ്റും? എന്റെ കൈ കൊണ്ട് അസ്ഥിത്തറയിൽ ഒരു വിളക്ക് വെക്കണ്ടേ? മോന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അമ്മ തന്നെ തീരുമാനിച്ചോ? കുറച്ചുനാള് പ്രമീളയുടെ കൂടെ നിക്കട്ടെ മോനെ. അവരുടെയും മനസ്സ് കലങ്ങിയിരിക്കുമല്ലേ. കുഞ്ഞിന്റെ മുഖം കണ്ട അവർക്കും ഇതൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ശരിയാ, അവരുടെ കാര്യവും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അമ്മ ഇപ്പൊ വേണ്ടെന്താന്ന് വെച്ചാൽ ചെയ്തു. കുഞ്ഞിനിങ്ങത്താ. എൻ്റെ മോനെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക. പക്ഷേ ഞാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. അതോർത്ത്
നീ വിഷമിക്കേണ്ട ഹരി. നീ സമാധാനമായിട്ട് ജോലിക്ക് പോയിക്കോ. എന്റെ മോന് ഒരു കുറവും വരുത്തരുതമ്മേ. അത് പ്രത്യേകം പറയണം മോനെ. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. എന്നാലും പെറ്റമ്മയുടെ കുറവ് പരിഹരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ, അവളെന്താ കാർത്തിക? മോളെ കാർത്തികേ, കാർത്തികേ, നീയേ അവളെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തേ. ഇങ്ങനെ വേണം പിടിക്കാൻ. കുഞ്ഞിനെ എടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്നേ അമ്മയോട് ചോദിച്ചു പഠിക്കണം. ഇനിയേ നീയേ അവനെ വളർത്തേണ്ടത്. അതൊക്കെ ഞാൻ പെട്ടെന്ന് പഠിക്കും. ഞങ്ങൾ ഇപ്പൊ തന്നെ നല്ല സിംഗ അല്ലട കൂട്ടാ. നിന്റെ സ്വന്തം കുഞ്ഞാന്ന് കരുതണേ കാർത്തികേ. ഇവൻ എന്റെ മോൻ തന്നെ ഹരിയേട്ടാ. എന്റെ ദീപു വെച്ചിട്ട് മോൻ. എനിക്ക് വേറെ ആരാ? ആ, നമുക്ക് ഇറങ്ങിയാലോ പ്രമീളെ? ആ, നീങ്ങി വന്നേ. കുഞ്ഞിന്റെ ഫീഡിംഗ് ബോട്ടിലും തുണികളും പാക്ക് ചെയ്ത് വെച്ചേക്ക്. ഞങ്ങക്ക് കൊണ്ടുപോകാനുള്ളതാ. മോള് വാ. ഹരി, യാത്ര പറച്ചിലൊക്കെ വേഗം കഴിക്കണം. എനിക്ക് ഫ്ലാറ്റിൽ കയറിയിട്ട് വേണം നെടുമ്പാശ്ശേരിയിലേക്ക് വരാൻ. എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ നിനക്ക് അറിയാവുന്നല്ലേ? ഓക്കെ. എല്ലാം മറക്കാതെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓച്ച, യാത്ര അയക്കാൻ ദൈവമില്ലോ അമ്മേ? ഇല്ലെന്ന് ആര് പറഞ്ഞടാ? അവളെല്ലാം കാണുന്നുണ്ട്. എല്ലാ തവണത്തെയും പോലെ നിന്റെ യാത്ര സുഖമായിട്ടിരിക്കാൻ വേണ്ടി അവള് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്റെ മോനെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നത് നിങ്ങളൊക്കെ. നിങ്ങളാ എന്റെ ധൈര്യം. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചേനെ. നിന്റെ മോനല്ല ഹരി, നമ്മുടെ മകൻ. എന്റെ ദീപുവിന്റെ കൂടി കുഞ്ഞല്ലേ അവൻ. ലളിത ചേച്ചി നിന്നോട് പറഞ്ഞ പോലെ നമ്മുടെ മോന്റെ കാര്യത്തിൽ സത്യമാണെന്ന് കരുതിക്കും. അവനെ നോക്കാൻ ദീപു മോളുണ്ട്. ശ്രീയേട്ടെന്ന് പറഞ്ഞ ദീപുവിന് ജീവനായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ ഹരി? അവളുടെ ശ്രീയേട്ടന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരാൻ അവള് സമ്മതിക്കോ? നിനക്ക് ഞങ്ങൾ ആരും വിശ്വാസമില്ലെങ്കിൽ വേണ്ട. നിനക്ക് ദീപുവിന് വിശ്വാസല്ലേ? ഇപ്പൊ എനിക്ക് അവളെ മാത്രമേ വിശ്വാസമുള്ളമ്മേ. ദീപുവിനെ എന്നിൽ നിന്നും തട്ടിയെടുത്ത ഈശ്വരനെ പോലും എനിക്കിപ്പോൾ ആശ്രയിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ദീപുവിനെ എനിക്ക് പൂർണ്ണ വിശ്വാസ. ഈശ്വരനെ നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷെ ദീപുവിനെ എനിക്ക് കാണാം. കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും. എന്തൊക്കെയായാലും ഈശ്വര നിഷേധം പറയില്ല ശ്രീകുട്ട. സങ്കടങ്ങൾ തരുന്ന ഈശ്വരൻ തന്നെ അത് സഹിക്കാനുള്ള ശക്തി നമുക്ക് തരുന്നില്ലേ? ഞാൻ ഹരിയേട്ടന്റെ കൂടെയാ. തല്ലുകയും പിന്നെ തലോടുകയും ചെയ്യുന്ന ഈശ്വരനേക്കാൾ എത്ര ഭേദാ സ്നേഹമുള്ള മനുഷ്യര്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തും പറയാനായി. അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ.
ചില സമയത്ത് മനുഷ്യൻ ഈശ്വരനെ പോലും വെറുക്കും, ശപിക്കും. അതത്രമാത്രം കഠിനമായ വേദനയും നിരാശയിലും പെട്ടുപോകുമ്പോഴാണ് ഹരി അങ്ങനൊരു അവസ്ഥയിലൂടെയാ കടന്നുപോയത്. വിലതീരാത്തൊരു സമ്മാനവും എനിക്ക് തന്നിട്ട് അവൾ പോയത്. എൻ്റെ മോൻ.